ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. പാട്രിയോട്ട് 4-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. 3-ാം ദിനത്തെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 1771 ഷോകളാണ് സിനിമയ്ക്കുണ്ടായിരുന്നത്. 2,56,000-ഓളം ടിക്കറ്റുകൾ അല്ലെങ്കിൽ ഓഡിയൻസ് സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു. 51.3% തിയേറ്റർ ഒക്യുപ്പൻസിയായി വന്നത്. സിനിമയ്ക്ക് 4,43,00,000 രൂപയാണ് ട്രാക്കിങ്ങിലൂടെ നേടാൻ കഴിഞ്ഞത്. അതായത് 5,15,00,000, 5,25,00,000 രൂപ ആ റേഞ്ചിലാണ് സിനിമയുടെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. സിനിമയ്ക്ക് 2-ാം ദിനത്തേക്കാൾ ചെറിയ ഒരു ഇടിവാണുണ്ടായത്. 2,36,00,000-ഓളം വന്ന സിനിമയ്ക്ക് അതിൻ്റെ തൊട്ടടുത്താണ് എത്താൻ സാധിച്ചിട്ടുള്ളത്. 4-ാം ദിനമായ തിങ്കളാഴ്ച എങ്ങനെയായിരിക്കാം സിനിമയുടെ പ്രകടനം എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതാണ് സിനിമയുടെ വിധി നിർണ്ണയിക്കുന്നത്. ആദ്യ 3 ദിവസം കൊണ്ട് സിനിമ 63-67 കോടി റേഞ്ചിലാണ് നിൽക്കുന്നത്. 4-ാം ദിനത്തെ കളക്ഷനാണ് സിനിമയെ ഗതി നിർണ്ണയിക്കുന്നത്. ഇനി വരുന്ന ആഴ്ചയിൽ സിനിമയ്ക്ക് 35 കോടി നേടാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് 100 കോടിയിലേക്ക് എത്താനുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ഈ ഒരു 4-ാം ദിനവും അഡ്വാൻസ് സെയിലിലൂടെ 60 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുകയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് 1.25 കോടിയോളമാണ് പ്രീ സെയിലിലൂടെ വന്നിരിക്കുന്നത്. ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 10 കോടിയെങ്കിലും സിനിമയ്ക്ക് വരുമെന്നുള്ളതാണ്. 3-ാം ദിനം സിനിമയ്ക്ക് ഞായറാഴ്ച പ്രതീക്ഷിക്കുന്നത് 20 കോടിയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതിനിടയിൽ സിനിമയ്ക്ക് റെക്കോർഡ് ഫുട്ഫോളാണ് വന്നിരിക്കുന്നത്. 1.23 മില്യൺ ഫുട്ഫോളാണ് വെറും 2 ദിവസങ്ങൾക്ക് ഉണ്ടായത്. അതായത് 12,37,000-ഓളം ജനങ്ങൾ വേൾഡ് വൈഡായിട്ട് ഈ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു എന്നുള്ളതാണ്. എന്തായാലും ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകളും പുറത്തു വന്നു. 2 ദിനം കൊണ്ട് 47.5 കോടി നേടിയ ആ ഒരു കാര്യം. എന്തായാലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും 5 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ ഒരു തിങ്കളാഴ്ചത്തെ പ്രകടനത്തെ തന്നെ ഏറെ ആശ്രയിക്കുകയാണ്. പ്രതീക്ഷിക്കുന്നത് 10 കോടിക്ക് മുകളിലാണ്. അനുദിനം സിനിമയുടെ കളക്ഷൻ ഡൗൺ ആകുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇനിയും വർക്കിംഗ് ഡേയ്സാണ്. ആ ഒരു വർക്കിംഗ് ഡേയ്സിൽ എല്ലാ സിനിമയ്ക്കും ഉണ്ടാകുന്ന ആ ഒരു ഇടിവ് നമുക്ക് കാണാം. എന്നിരുന്നാലും ഒരു സ്റ്റഡി കളക്ഷനോട് പോവുകയാണെങ്കിൽ സിനിമ അടുത്ത വാരത്തോടെ, അതായത് ശനിയാഴ്ചയോടെ 100 കോടി കടക്കും എന്നുള്ളതാണ്. അതായത് 4 ദിവസം കൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 75 കോടിക്ക് മുകളിലാണ്. അതായത് ഇനി വരുന്ന ദിവസങ്ങളിൽ സിനിമയ്ക്ക് 25 കോടി കൂടി നേടണം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ തീർച്ചയായും പറയാം, ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ട് സിനിമയ്ക്ക് കയറിയ ജനങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് അവർ നൽകുന്നത്. കാരണം ഒരു നല്ല സിനിമ എന്നുള്ളത് മാത്രമാണ് എല്ലാവരും പറയുന്നത്. പ്രത്യേകിച്ച് ഹൈ മൂമെൻറ്റ്സും കാര്യങ്ങളുമൊന്നുമില്ല. മമ്മൂട്ടിയെ മോഹൻലാലിനെ താരങ്ങളായി കാണുന്നില്ല. ഏത് ആക്ടർ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. തീർച്ചയായും നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേ മീഡിയ.